അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ വരില്ല അല്ലേ? അടുത്ത ഓണത്തിന് ഞാൻ തീർച്ചയായിട്ടും വരാം, ഉറപ്പായിട്ടും വരും. ഞാൻ ഇപ്പൊ തിരക്കായോണ്ട് കട്ട് ചെയ്യണേ അമ്മ. വിളിക്കാം, വീണ്ടും വിളിക്കാം. അങ്ങനെ ആ പ്രതീക്ഷയും ഇല്ലാതായി. പിന്നെ മരുമോക്ക് താല്പര്യം ഇല്ലായിരിക്കും, അതുകൊണ്ടാണ്. മരുമോട് അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ അല്ലേ? അവരെ കാണണമെന്ന് അവർക്ക് താല്പര്യമില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്വന്തം തന്തയും തള്ളയോട് പോലും സ്നേഹമില്ല, പിന്നെ ഈ ഭർത്താവിന്റെ അച്ഛനും അമ്മയും. ഓണുണ്ടല്ലോ, അരവിന്ദനാണല്ലോ. താൻ എടുക്കണ്ട. ഇത് തന്നെ ആയിരിക്കും അവൻ പറയുന്നത്. നമ്മൾ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? ആ ഒരു കാര്യം ചെയ്യും, എനിക്കുള്ള തണുത്ത വെള്ളം കൊണ്ട് ഇപ്പൊ ചായ കുടിച്ചിട്ട് മനസ്സൊന്ന് തണുക്കട്ട് വെച്ചേ. ഇത് കൊണ്ടു. ഇത് കൊറേ കാലമായിട്ട് ഉപയോഗിച്ച് ചീത്തയായിരിക്കുന്ന സാധനമല്ലേ ചേട്ടാ? ഇതങ്ങ് കളഞ്ഞൂടെ ഇനി? ഇതൊരു ബാറ്ററി ഇട്ടാ തീർന്നില്ലേ? ഇതൊക്കെ ആക്രി സാധനം. ഓണം വരിക, ഇതൊക്കെ എനിക്ക് ഇവിടൊക്കെ വൃത്തിയാക്കാനുള്ളതാ. ഇതൊക്കെ എടുത്ത് കളയട്ടാ, പുതിയ ഒരെണ്ണം വാങ്ങിക്കാം. ഇപ്പോഴേ ഈ യൂസ് ആൻഡ് ത്രോ സംസ്കാരമാണ്. എന്ന് വെച്ചാൽ നമ്മളെ പോലെ നമ്മുടെ അവസ്ഥ. മക്കളൊക്കെ നമ്മളെ ഉപയോഗിച്ചു, നമ്മളതാ എടുത്ത് കളഞ്ഞിരിക്കും. അത് നമ്മുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. ചേട്ടൻ എന്തുവാ ആലോചിക്കുന്നേ? എടോ, നമ്മൾ മരിച്ചാൽ പോലും അവര് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടോ? എനിക്ക് തോന്നുന്നു കുറച്ച് കാശ് അയച്ചു തന്നാൽ നമുക്ക് സന്തോഷമാവുമെന്ന് അവര് കരുതി കാണും. അവരയക്കുന്ന തുക ആര് നോക്കുന്നു? നമുക്ക് നമ്മുടെ പെൻഷൻ കാശ് തന്നെ നമുക്ക് അധികമാണ്. അതുകൊണ്ടേ ഞാൻ പറയുന്നത്, ഇനിയുള്ള ശിഷ്ടകാലം നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കും. ഞാനെന്താ പറയും? ചേട്ടൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഞാൻ കൂടെ ഉണ്ട്. അല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്നറിയോ, നമ്മുടെ പല വീടുകളിലും എല്ലാ രക്ഷകർത്താക്കളും മാത്രമേ ഉള്ളൂ. ഭാര്യ മരിച്ചവരുണ്ട്, ഭർത്താവ് മരിച്ചവരുണ്ട്, 2 മക്കളും വിദേശത്തുള്ളവര്. കാരണം വീട്ടിൽ ആരുമില്ല, എല്ലാവരും ഒറ്റപ്പെട്ട. നമ്മുടെ വക്കീലിൻ്റെ അടുത്തുമൊക്കെ അറിയാം, നമ്മുടെ ബാരിൽ സാറിൻ്റെ അടുത്തുമൊക്കെ അറിയാം, മേനോൻ സാറിൻ്റെ വീട്ടിലും അത് തന്നെ, നമ്മുടെ കുവൈറ്റിലുള്ള പുള്ളിക്കാരൻ്റെ വീട്ടിലും ആളില്ല. അപ്പം നമ്മൾ നോക്കിയപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പല വീടുകളും ഉണ്ട്, ഒരു വീട്ടിലും ആളില്ല. നമുക്ക് ഈ ഓണ ദിവസം പല വീട്ടിലും യഥാർത്ഥത്തിൽ പട്ടിണി തന്നെയായിരിക്കും. കാരണം പട്ടിണി എന്ന് പറഞ്ഞാൽ വിൽക്കാൻ ആളില്ല, അപ്പോൾ അവർക്ക് ആരോഗ്യപരമായിട്ട് പിന്നോക്കമായ അവസ്ഥ. പിന്നെ ഈ നമ്മൾ അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഓണ സംഗമം നമുക്ക് നടത്തിയാൽ